ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് 10th പ്രിലിംസിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 20 മാർക്ക്. അപ്പോൾ അങ്ങനെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കാദ്യം സയൻസിൻ്റെ 10 മാർക്കാണ് സയൻസിൽ വരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ വരുമെന്ന് നോക്കാം. ഫസ്റ്റ് ആണെങ്കിൽ മനുഷ്യ ശരീരം, ജീവശാസ്ത്രത്തിൽ അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് എന്താണ്? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ നമുക്ക് ഉള്ള എല്ലാ ഭാഗങ്ങൾ, അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള നമുക്കതിന് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്, അപ്പോൾ നമുക്കൊരു പൊതു അറിവ് വേണമല്ലോ. അപ്പോൾ അതിൽ തന്നെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? ലൈസോസൈം. അതേപോലെ ഡിവൈസ് ക്ലോഷർ എന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിവൈസ് ക്ലോഷർ. അപ്പോൾ ഇതൊക്കെ പുതിയ ക്വസ്റ്റ്യൻസാണ്. ഹൃദയം. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? കരൾ. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കുന്നത്? അപ്പോൾ യൂറിയ നിർമ്മിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? കരളിൽ വെച്ചാണ്. വില്യം ഹാർവേ ഏതാണ് കണ്ടുപിടിച്ചത്? രക്തചംക്രമണം കണ്ടുപിടിച്ചതാണ് വില്യം ഹാർവേ. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏതവയവമാണ്? വൃക്ക. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡനുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവിയിലെ ഏറ്റവും ചെറിയ അസ്ഥി. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസ പേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? രക്തക്കുഴലുകൾ കാണപ്പെടുന്നു, കുറുകെ വരകൾ കാണപ്പെടുന്നു. അടുത്തത്, ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരവേതാണ്? പ്ലൂറ. അതേപോലെ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ട്രക്കിയ. പിന്നെ നമ്മുടെ ജീവികളും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും പഠിക്കണം. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും. അപ്പോൾ നമുക്കറിയാമല്ലോ എത്ര ജീവകങ്ങളുണ്ട്, അതില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന അപര്യാപ്തതാ രോഗങ്ങൾ ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഉണ്ട്, അതുകൂടാതെ എന്താണ്, ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നെ ADEK, വൈറ്റമിൻ ADEK എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അടക്ക്. ജലത്തിൽ ലയിക്കുന്നവ ഏതാണ്? വൈറ്റമിൻ BC. ഇപ്പം അതുമൂലം അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജീവകം B1, B2, B3, B5, B6, B7, B9, B12. അപ്പോൾ ഇത്രയാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ B1 പറയുന്ന തയാമിൻ, B2 റൈബോഫ്ലാവിൻ, നമുക്കറിയാം B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലാമിൻ ലയിക്കുന്നവയും അപ്പോൾ അല്ലാതെയും ജലത്തിൽ ലയിക്കുന്നവയും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും. ഇനി അതിൻ്റെ അപര്യാപ്തത രോഗം അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജീവകം A1 കുറവ് മൂലം നമുക്ക് നമ്മുടെ സിലബസിലുള്ളതാണ് ഉണ്ടാവും. പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ജീവകം A2 സീറോഫ്താൽമിയ അതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? B3 ജീവകം. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ഇപ്പം നമ്മൾ B3 പെല്ലഗ്രയൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അയഡിൻ്റെ അഭാവം മൂലം അത് നമുക്കറിയാം, ഗോയിറ്റർ, തൊണ്ടമുഴ. പിന്നെ ഹീമോഗ്ലോബിൻ നമുക്കറിയാം, ഇരുമ്പിൻ്റെ അഭാവം മൂലം അനീമിയ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മെലാനിൻ എന്താണെന്ന് നമുക്കറിയാം, വെള്ളപ്പാണ്ട്, അതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നുണ്ട്. സൊമാറ്റോട്രാപ്പിൻ വാമനത്വം, ഇൻസുലിൻ, ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അത് പഠിക്കുക. ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ കൊണ്ടുവരാം.
ഇപ്പോൾ പ്രധാനമായിട്ടൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഏതൊക്കെയാണെന്ന്. പിന്നെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ. അപ്പോൾ പിന്നെ അതിൻ്റെ നമ്മളെന്താണ് ഭക്ഷ്യ കാർഷിക വിളകൾ ഏതൊക്കെയാണ്, അതിൻ്റെ നമ്മൾ ഭക്ഷ്യ കാർഷിക വിളകളും അതിനുശേഷം പിന്നെ ബാക്കി അതിൻ്റെ കാര്യങ്ങൾ, അത് എവിടെയൊക്കെയാണ് അതിൻ്റെ ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കണം. പിന്നെ ഈ നമ്മളെന്താണ് രണ്ടാമത്തെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വൈറ്റമിൻ ഡി, നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അപര്യാപ്തത രോഗങ്ങളിലല്ലേ അതെല്ലാം പെടുന്നത്. തൊഴിൽജന്യ രോഗങ്ങളൊന്നുമല്ല. അപ്പോൾ എന്താണ് അപര്യാപ്തത രോഗങ്ങളിലാണ് പെടുന്നത്. പിന്നെ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. പിന്നെ നിശാന്തതയ്ക്ക് കാരണം അതെപ്പോഴും ചോദിക്കുന്നതാണ് വൈറ്റമിൻ എ, കണ്ണിൻ്റെ പ്രശ്നം വൈറ്റമിൻ എ. പിന്നെ എന്താണ് ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത്? ജീവകം സി പാൽ, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു. പ്രസ്താവന അല്ല ഇത്. അപ്പോൾ അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ടോപ്പിക്സും പറയാം. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട 20 ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്ത് നിർദ്ദേശങ്ങളുണ്ടെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്കിപ്പോൾ ഏകദേശം അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് വിശദമായിട്ട് ഏതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ വരും ക്ലാസ്സുകളിൽ എല്ലാ ടോപ്പിക് വൈസ് തിരിച്ച് തന്നെ ഞാൻ പറയുന്നുണ്ട്. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ടോപ്പിക് വൈസ് തിരിച്ചു തരും. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും